ഇതെവിടെ പോയി സന്ധ്യ സമയത്ത്? ആ, ഉമ്മ ഇവിടെ ഇരിക്കുവായിരുന്നാ? ഇതെന്താ ഉമ്മ ഇവിടെ വന്നിരിക്കുന്നത് സന്ധ്യ സമയത്ത്? ഓ, എൻ്റെ സമാധാനം കളയാൻ വേണ്ടിയിട്ട് ഒരുത്തി വരുന്നുണ്ട്. എന്നും അവിടെ കാര്യം ഓർത്താന്നല്ലോ എൻ്റെ വിഷമം. സുലു വിളിച്ചില്ലേ? അവൾ ഈ സന്ധ്യ ആകുമ്പത്തെ ഇറങ്ങി വരണോ? അതിനിപ്പോൾ അവൾ പറട്ടുമ്മ. ഉമ്മ ഇങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ല, മകത്തോട്ട് കയറും. ഞാൻ എന്തായാലും അവളൊന്ന് വിളിച്ചു നോക്കട്ടെ. വെറുതെ ഉമ്മ ഇങ്ങനെ മനസ്സ് വിഷമിച്ച് ഇനി വല്ല അസുഖമൊന്നും വരുത്തി വയ്ക്കല്ലേ. ചുമ്മാ അതല്ല, ഉച്ചക്കാലത്തെ ഒന്നും ഗുളിയൊന്നും കഴിച്ചിട്ടില്ല, അത് അവിടെ തന്നെ അങ്ങനെ ഇരിക്കുക, ഞാൻ എടുത്തു വെച്ചത്. ഉമ്മ കയറി വാങ്ങിട്ട്. ആ, എൻ്റെ വിധി. സുലു, ഞാനീ പറയുന്നത് നീ ഒന്ന് കണക്കിലെടുക്കണം. ഇതിങ്ങനെ ആയാലും എങ്ങനെ ആടിയത്? ഇതിപ്പോൾ എത്രാമത്തെ തവണ പിണക്കുവാ ഇത്? എത്ര വെട്ടവാ നീ ഇങ്ങനെ പിണങ്ങി വരുന്നത്? ഇന്ന് നീ വന്നത് ഇച്ചിരി കൂടിപ്പോയി. ഈ രാത്രിയിലൊക്കെ അവിടെ നിന്ന് ഇറങ്ങി വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ നീ? ഇത് മനുഷ്യനെ വിഷമിപ്പിക്കാനല്ലാതെ വേറെ ഒന്നുമല്ല. ഈ നിന്റെ കാര്യം ഓർത്തിട്ടാണ് അതാണ്ട് ഉമ്മ തോണ്ട വിഷമിച്ചവിടെ ഇരിക്കുന്നത് തന്നെ. നീ വരുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആകെ അസുഖം കയറിയാന്ന് തോന്നും, പോയി പോയി കിടന്നിട്ടുണ്ട്. നീ അവരെങ്കിലും ഒന്ന് ഓർത്തൂടെ? അതല്ല, നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ എന്ത് ചെയ്യാനാ? ഒരാളെങ്കിലും ഒന്ന് വിട്ടുകൊടുത്തൂടെ? എന്തായാലും അവർ വിട്ടുതരത്തില്ലെന്ന് മനസ്സിലായി. അപ്പൊ നീക്ക് നിങ്ങൾ ക്ഷമിച്ചുകൂടെയടി? ഒരു ജീവിതമേ ഉള്ളൂ, അതിങ്ങനെ തല്ലി തീർത്തൊക്കെയാണോ ജീവിക്കുന്നത്? ഞാനിവിടെ കഴിയുന്നില്ലേ? ചില സമയത്തൊക്കെ നിന്റെ ഉമ്മയുടെ സ്വഭാവം എനിക്കറിയാമല്ലോ. കണ്ടില്ല കേട്ടില്ലെന്ന് ഞാനങ്ങ് അടിക്കുന്നു. അത് മനസ്സിൽ വെച്ചുകൊണ്ടൊന്നും പെരുമാറുന്നതൊന്നും അല്ലല്ലോ. അതങ്ങ് ഒരു താളത്തിൽ അങ്ങ് പൊക്കോളും. ഇത് നീ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ അപ്പം തന്നെ അവൾ ബാഗ് എടുത്ത് നീങ്ങി ഇറങ്ങിയേക്കും. അവിടുന്ന് ഇത്രയും ദൂരമൊക്കെ രാത്രിയിലൊക്കെ വരിക എന്ന് പറഞ്ഞിട്ട് കഷ്ടം തന്നെ കേട്ടോ. ഞാൻ അനുഭവിക്കേണ്ടത് ഞാൻ തന്നെ അനുഭവിക്കണം. അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞാണ്ടല്ലോ, പിന്നെ നിങ്ങൾ ആ പടി ചാട്ടം നിങ്ങൾ ആരും സമ്മതിക്കത്തില്ല. പിന്നെ ഇവിടെ വരുമ്പോൾ എനിക്കതൊന്നും പറയാൻ തോന്നത്തില്ല. പക്ഷെ ഇനിയെങ്കിലും എനിക്ക് തുറന്ന് പറയണം. പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. നിന്നോടെങ്കിലും എനിക്ക് തുറന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ. അമ്മ ഉറങ്ങുവാണോ? പിന്നെ സുഖമായിട്ട് ഉറങ്ങാമല്ലോ. ഇങ്ങനത്തെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഏത് ഉമ്മമാർക്കും നല്ലതുപോലെ സുഖമായിട്ട് ഉറങ്ങാം. ഉമ്മ ഇത് എന്തറിഞ്ഞിട്ടാ അമ്മ സംസാരിക്കുന്നത്? ഉമ്മ ശരിക്കുള്ള കാര്യം അറിഞ്ഞിട്ടാണ് ഉമ്മ സംസാരിക്കാനായിട്ട്. എനിക്ക് ഇനിയെങ്കിലും തുറന്ന് പറഞ്ഞുകൂടെടി എനിക്ക്? എനിക്കെല്ലാം അറിയാം. ആരും ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞു തരണ്ട. പറഞ്ഞിട്ട് എന്താ കാര്യം നാത്തൂനെ? പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എൻ്റെ വിധിയാണത്. അത് ഞാൻ അനുഭവിച്ചല്ലേ പറ്റത്തുള്ളൂ. ഞാനിവിടെ എത്ര വട്ടം വന്ന് പറഞ്ഞാലും പറയാൻ തോന്നത്തില്ല. ഉമ്മാടെ ഈ സങ്കടവും പറച്ചിലും കാരണം കൊണ്ട് തന്നെ ഞാൻ പിന്നെയും പിന്നെയും അവിടെ തന്നെ പോകുന്നത്. ഞാൻ പറയുന്നതിനേക്കാൾ വിശ്വാസം ഉമ്മാക്കും എൻ്റെ കെട്ടിയവൻ പറയുന്നതില്ല. ഇനി അങ്ങേര് വരുമല്ലോ നാടകം കളിച്ച്, 2 ദിവസം കഴിയുമ്പം വരും. എന്നിട്ട് എൻ്റെ കുറ്റവും കുറവുകളൊക്കെ പറയുമ്പോഴത്തേക്കും ഉമ്മായും എൻ്റെ ആങ്ങളെ അത് തന്നെ വിശ്വസിക്കുന്നത്. പിന്നെ ഞാൻ എന്ത് പറഞ്ഞിട്ട് കാര്യമാകും? ഞാനിവിടെ വന്നപ്പോൾ നിൽക്കുമ്പം തന്നെ എന്നെ കെട്ടിച്ച കടങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ പിന്തിരിപ്പിച്ച് പോകും. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. 2 ദിവസം 2 ദിവസം, ആ 2 ദിവസം ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ വരുന്നത്. സഖി കെട്ടാൻ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. വേറെ വഴി വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും ഞാൻ ചെയ്തു പോയേനെ. എൻ്റെ ഉമ്മ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. അവൾ ഇന്നാണ് വാതോർന്ന് സംസാരിക്കുന്നത്. അല്ല, അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവൾ അവിടെ നിന്ന് പിണങ്ങി വരുമ്പോൾ എന്താ അവിടെ പ്രശ്നമെന്ന് പോലും നമ്മൾ ചോദിക്കാറുമില്ല. എന്നിട്ട് അവൾ വരുമ്പോഴത്തേക്ക് തന്നെ അവർ കുറേ കുറ്റങ്ങൾ ഉമ്മടുത്ത് വിളിച്ച് പറയുമ്പോൾ പിന്നെ അവൾ പറയുന്നതൊന്നും നമ്മൾ ആരും വിശ്വസിക്കത്തില്ല. എന്നിട്ട് ഇപ്പോൾ സത്യാവസ്ഥ എന്താണെന്ന് സഹിയായിട്ട് അവൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അനിയൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അവരുടെ മട്ടും രീതിയൊക്കെ മാറിയിട്ടുണ്ട്. അവിടുത്തെ അവസ്ഥ അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തന്നെ കഷ്ടം തോന്നി. ഇത്രയും നാളും അവൾ പറയാൻ വേണ്ടി നമ്മൾ ആരും ചെവി കൊടുത്തില്ലെന്നാണ് സത്യം തന്നെ. അവിടുത്തെ അനിയൻ ചെറുക്കൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വിദ്യാഭ്യാസവും ജോലിയുള്ളൊരു പെണ്ണിനെ കണ്ടപ്പോൾ ഇവള് പിന്നെ അവിടുത്തെ ആരും അല്ലാതായി. മര്യാദയ്ക്ക് പോലും ഭക്ഷണം പോലും കിട്ടിയിട്ടില്ല. പിന്നെ കുത്തി നോവിക്കലും പിന്നെ നമ്മൾ കൊടുത്തതെല്ലാം കുറഞ്ഞു പോയെന്നും പേരിലൊക്കെ ഒരുപാടിട്ട് അവളെ കഷ്ടപ്പെടുത്തുന്നുണ്ട്. പോരാത്തതിന് കുഞ്ഞുങ്ങളുണ്ടാകാത്തതിൻ്റെ പേരിൽ നാണം കെടുത്തുന്നുമുണ്ട്. ഇതിൽ കൂടുതൽ അവൾ എങ്ങനെ സഹിക്കുന്നത് തന്നെ? അവൾ ഇപ്പോഴെങ്കിലും ആ തുറന്ന് നന്നായി. ഇപ്പോൾ മരുമോളെ പൊക്കിക്കൊണ്ട് നടക്കുമെന്നാണ് അവൾ പറയുന്നത്. ആ, സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ അമ്മ? അവൻ ഇവിടെ വന്നിട്ട് കള്ളം മൊത്തം പറഞ്ഞ് നമ്മളെ ധരിപ്പിച്ചിട്ടാണ് പിന്നെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ദേഹോപദ്രവം തുടങ്ങിയിട്ടുണ്ടെന്നാണ് അവൾ പറയുന്നത്. ഇനി എങ്ങനെ സഹിക്കാനമ്മ? അതുകൊണ്ടേ ഇനി നിന്റെ തീരുമാനം എടുത്തിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ. എന്തായാലും നിന്റെ ആങ്ങള വരട്ടെ,
അതിന് അങ്ങോട്ടായിട്ടൊന്നിനും പോകുന്നില്ല. നിൻ്റെ കെട്ടിയും വരുമല്ലോ 2 ദിവസം കഴിഞ്ഞിട്ട്, അപ്പം നമുക്ക് സംസാരിക്കാം. അവിടെ നിന്ന് ഇറങ്ങുമ്പം തന്നെ ഇവിടെ വന്ന് എല്ലാം തുറന്ന് പറഞ്ഞ് ഇതെന്തെങ്കിലും ഒന്നും അവസാനിക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. അന്ന് ഞാൻ നാത്തൂൻ എൻ്റെ ഉമ്മടുത്ത് ഞാൻ പറഞ്ഞത് ഈ കല്യാണാലോചന വന്നപ്പോൾ എനിക്കിപ്പം വേണ്ട, എനിക്ക് പഠിക്കണം, ജോലി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കൊമ്പത്തോ വീടാന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ അവർ കെട്ടിച്ചു വിട്ടത്. അവിടെ ചെന്നപ്പോഴത്തേക്കോ വിദ്യാഭ്യാസവും ഇല്ല, ജോലിയില്ല, ഇളയ മരുമകളും എന്നെയും തമ്മിൽ താരതമ്യം ചെയ്യുക. അത് വെച്ചിട്ട് അവിടെ ജോലിക്ക് വന്ന അവനെയും പറഞ്ഞു വിട്ട്. ഇപ്പോൾ അവിടുത്തെ സകല ജോലികളും ഞാൻ തന്നെ ചെയ്യുന്നത്. ഒരു വേലക്കാരുടെ ഒരു പരിഗണന പോലും അവർക്ക് തരുന്നില്ല. എനിക്ക് ജോലിയില്ലെന്ന്, മാസം തോറും ശമ്പളമില്ലെന്നും പറഞ്ഞിട്ടാണ് ഓരോ കുത്തുവാക്ക് ഞാൻ കേൾക്കുന്നത്. എത്ര വട്ടം എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് നമുക്ക് വീട് മാറാമെന്ന്, അങ്ങേർക്ക് അതും തയ്യാറല്ല. ഉമ്മ പറയുന്നതാണ് മുഖ്യം. എല്ലാം ഉമ്മ പറയുന്ന കേൾക്കണ്ടെന്നല്ല, പക്ഷെ എൻ്റെ കാര്യം കൂടെ നോക്കണ്ടേ. അങ്ങനെയുള്ളടത്ത് ഞാൻ എങ്ങനെയാണ് അവിടെ ജീവിക്കുന്നത്? വരും നാടകം കളിച്ച് ഇനി അടുത്ത കള്ളക്കഥ ഉണ്ടാക്കിയിട്ട് ഉമ്മയും ആങ്ങളെയൊക്കെ അത് മാത്രം വിശ്വസിച്ചാൽ മതി. എൻ്റെ വിധി ഇങ്ങനെ തന്നെ. എനിക്ക് ഉമ്മാടത്തെങ്കിലും സത്യങ്ങളൊന്ന് തുറന്ന് പറഞ്ഞുകൂടായിരുന്ന മോളെ? അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഇത്രയും വഷളാവുമായിരുന്നോ? എന്തായാലും 2 ദിവസം കഴിയട്ടെ, അവനോടെ വരുമല്ലോ. നിൻ്റെ കുറ്റവും കുറവും ഒക്കെ പറയാൻ വേണ്ടി വരുമ്പോൾ അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. ഇനി എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നിന്നെ ഞാൻ ഇവിടുന്ന് വിടത്തുള്ളൂ. ആർക്കും ഞാൻ തട്ടാൻ വേണ്ടിയിട്ടല്ല നിന്നെ അങ്ങോട്ട് കല്യാണം കഴിച്ച് ഞാൻ വിടുന്നത്. വരട്ടവനെ.